കോസി പദ്ധതിയുടെ നിർമ്മാണത്തിൽ ബീഹാറുമായി സഹകരിച്ച രാജ്യം? നേപ്പാൾ. കോസി നദീജല പദ്ധതി ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത സംരംഭമാണ്. ബീഹാറിൽ വെള്ളപ്പൊക്കം തടയുന്നതിനും ജലസേചനം, വൈദ്യുതി ഉത്പാദനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഷിക്ക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. ഡിഫ്തീരിയ രോഗപ്രതിരോധശേഷി അളക്കുന്നതിനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയ ടോക്സിന്റെ സാന്നിധ്യത്തിൽ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഈ ടെസ്റ്റ് വഴി മനസ്സിലാക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ശാരദാ മുഖർജി. ശാരദാ മുഖർജി 1977 മുതൽ 1978 വരെ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ വനിതയായിരുന്നു അവർ. ഏറ്റവും വലിയ മാംസഭോജി? സ്പെയിൻ തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലുള്ള വേട്ടക്കാരനാണ് സ്പെയിൻ തിമിംഗലം. ഇവ പ്രധാനമായും ഭീമാകാരമായ സ്ക്വിഡിനെയും മറ്റ് കടൽ ജീവികളെയും ഭക്ഷിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്? മലബാറിലെ സസ്യങ്ങളെപ്പറ്റി. 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കേരളത്തിലെ ഗവർണറായിരുന്ന അഡ്മിറൽ ഹെൻറിക് വാൻ റീഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ. ഇന്ത്യൻ റെയിൽവേയുടെ 18 സോണുകളിൽ ഒന്നാണ് ദക്ഷിണ റെയിൽവേ. തമിഴ്നാട്, കേരളം, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലെ റെയിൽവേ ശൃംഖലകൾ ഉൾക്കൊള്ളുന്ന ഇതിന്റെ ആസ്ഥാനം ചെന്നൈയിലാണ്. ഏറ്റവും വലിയ കടൽ ജീവി? നീലത്തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. ഇവയ്ക്ക് 30 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവും ഉണ്ടാകാം. കോഴിക്കോട് നഗരം സ്ഥാപിച്ചത് ഏതു വർഷത്തിൽ? AD 1295. കേരളത്തിലെ ഒരു പ്രധാന ചരിത്ര നഗരമായ കോഴിക്കോട് 1295-ൽ സാമൂതിരിമാരുടെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇത് മധ്യകാലഘട്ടത്തിൽ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്ക്? 2-ാം സ്ഥാനം. പാലക്കാട് ജില്ലയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. അതിന്റെ ഭൂമിശാസ്ത്രപരമായ വലുപ്പം മലയോര പ്രദേശങ്ങൾ കാരണം വർദ്ധിച്ചു. ചോളന്മാരുടെ പ്രധാന തുറമുഖം? കാവേരിപട്ടണം. ചോള സാമ്രാജ്യത്തിന്റെ പ്രധാന തുറമുഖമായിരുന്നു കാവേരിപട്ടണം. ഇത് പൂമ്പുഹാർ എന്നും അറിയപ്പെട്ടിരുന്നു. ഇത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം? USA. ഇസ്രായേലിന് പുറത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ള രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. വലിയ ജൂത സമൂഹങ്ങൾ അവിടെ വർഷങ്ങളായി ജീവിച്ചുവരുന്നു. താൻസൻ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാനത്തെ ഗവൺമെന്റാണ്? മധ്യപ്രദേശ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീത മേഖലയിൽ നൽകുന്ന ഒരു ദേശീയ പുരസ്കാരമാണ് താൻസൻ സമ്മാനം. മധ്യപ്രദേശ് സർക്കാരാണ് ഈ പുരസ്കാരം നൽകുന്നത്. പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനം നിലവിലുള്ള യൂറോപ്യൻ രാഷ്ട്രം? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് ഒരു പ്രത്യക്ഷ ജനാധിപത്യ രാജ്യത്തിന് ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ പൗരന്മാർക്ക് റഫറണ്ടം, ഇനിഷ്യേറ്റീവ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ നിയമനിർമ്മാണത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയും. തൃശൂർ പൂരം തുടങ്ങിയത് ആര്? ശക്തൻ തമ്പുരാൻ. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് തൃശൂർ പൂരം. കൊച്ചി രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാനാണ് ഈ ഉത്സവം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം? വയലാർ. ആലപ്പുഴ ജില്ലയിലെ വയലാർ കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമമായി അറിയപ്പെടുന്നു. കയർ വ്യവസായത്തിന് പേരുകേട്ട ഈ പ്രദേശം കേരള ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതാണ്. തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നത് ആര്? അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് 1940 മുതൽ 1946 വരെ തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു.
ഈ കാലഘട്ടം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലെ നിർണായകമായ ഒന്നായിരുന്നു. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെട്ടത് ആര്? ജി. ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ പ്രമുഖ കവിയായ ജി. ശങ്കരക്കുറുപ്പിനെയാണ് മിസ്റ്റിക് കവി എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രപഞ്ച രഹസ്യങ്ങളെയും ആത്മീയ ചിന്തകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ദർശനങ്ങൾ കാണാം. ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനി ചേരൻ ചെങ്കുട്ടുവൻ. സംഘകാലത്തിലെ പ്രമുഖനായ ചേര രാജാവായിരുന്നു ചേരൻ ചെങ്കുട്ടുവൻ. ചിലപ്പതികാരം പോലുള്ള കൃതികളിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. റോമക്കാരുടെ പ്രേമദേവത ക്യൂപിഡ്. റോമൻ പുരാണങ്ങളിൽ സ്നേഹത്തിന്റെയും ആകർഷണത്തിന്റെയും ദേവനാണ് ക്യൂപിഡ്. ഗ്രീക്ക് പുരാണത്തിലെ ഈറോസ് എന്ന ദേവന് സമാനമാണ് ക്യൂപിഡ്. ലോദി വംശം സ്ഥാപിച്ചത് ആര്? ബഹ്ലൂൽ ലോദി. ഡൽഹി സുൽത്താനത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും രാജവംശമായ ലോദി വംശം സ്ഥാപിച്ചത് ബഹ്ലൂൽ ലോദിയാണ്. ഇത് 1451 മുതൽ 1526 വരെ ഭരണം നടത്തി. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൌസ്. മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപകയായ മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം കൊൽക്കത്തയിലെ മദർ ഹൌസാണ്. ഇത് അവരുടെ ആത്മാർത്ഥമായ സേവന ജീവിതത്തിന്റെ പ്രതീകമാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്റോയിൻ ലാവോസിയർ. ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ അന്റോയിൻ ലാവോസിയർ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ദ്രവ്യസംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള നിരവധി അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. 1974-ൽ ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത്. കർഷകർക്ക് വിളനാശം മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി വരാപ്പുഴ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരാപ്പുഴയിൽ ആദ്യത്തെ സെമിനാരി സ്ഥാപിച്ചു. കേരളത്തിൽ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന തേക്ക് മ്യൂസിയം തേക്ക് മരത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും സമഗ്രമായ വിവരങ്ങൾ നൽകുന്നു. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം നിലമ്പൂരിലാണ്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിലെ വേനൽ അയനാന്ത ദിനമാണ്. ഈ ദിവസം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഉയരത്തിലെത്തുകയും ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത ചാനൽ ടണൽ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണലാണ് ചാനൽ ടണൽ അഥവാ യൂറോടണൽ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടലിനടിയിലൂടെയുള്ള ടണലുകളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE 1875-ൽ മുംബൈയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ്. ആര്യഭട്ടൻ ജനിച്ച ആർമകം എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ. പ്രമുഖ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്ന ആര്യഭട്ടൻ ജനിച്ചത് ആർമകം എന്ന സ്ഥലത്താണെന്ന് കരുതപ്പെടുന്നു. ഈ സ്ഥലം ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂരാണെന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഇന്തോനേഷ്യ. ആധുനിക ഇന്തോനേഷ്യ ഡച്ച് കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടി. ഉത്തരേന്ത്യയിൽ വീശുന്ന ചൂടുള്ള പ്രാദേശികവാദം ലൂ. ഉത്തരേന്ത്യയിലെ വേനൽക്കാലത്ത് വീശുന്ന വളരെ ചൂടുള്ളതും വരണ്ടതുമായ ഒരു പ്രാദേശിക കാറ്റാണ് ലൂ. ഇത് പലപ്പോഴും ഉഷ്ണതരംഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഡാലിയയുടെ സ്വദേശം മെക്സിക്കോ. ഡാലിയ പൂക്കളുടെ സ്വദേശം മെക്സിക്കോയാണ്. ഇത് മെക്സിക്കോയുടെ ദേശീയ പുഷ്പവും കൂടിയാണ്.
ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യുപിയിലെ നഗരം? കാൺപൂർ. ഉത്തർപ്രദേശിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമായ കാൺപൂർ അതിന്റെ തുണി വ്യവസായത്തിന്റെ പേരിൽ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്? കാവേരി. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന നദിയായ കാവേരിയെ ദക്ഷിണഗംഗ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കർണാടകത്തിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇത് തമിഴ്നാട്ടിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഉപ്പ് കഴിഞ്ഞാൽ കടൽവെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന പദാർത്ഥം? അയോഡിൻ. കടൽവെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഉപ്പിനുശേഷം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന പദാർത്ഥമാണ് അയോഡിൻ. കടൽപ്പായലുകൾ അയോഡിന്റെ പ്രധാന സ്രോതസ്സാണ്. ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ആര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഒരു സംസ്ഥാനത്തെ ഗവർണറുടെ അഭാവത്തിൽ ആ സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ഗവർണറുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഇത് ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത്? മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കർണാടക സംസ്ഥാന അതിർത്തിയോട് ചേർന്നാണ്. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയ വർഷം? 1663. 1663-ൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്ന് പരാജയപ്പെടുത്തി. ഇതോടെ കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കുകയും ഡച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു. ജോസഫ് ബ്ലാക്ക് 1754-ൽ കണ്ടുപിടിച്ച വാതകം? കാർബൺ ഡയോക്സൈഡ്. സ്കോട്ടിഷ് രസതന്ത്രജ്ഞനായ ജോസഫ് ബ്ലാക്ക് 1754-ൽ കാർബൺ ഡയോക്സൈഡ് വാതകം വേർതിരിച്ചെടുക്കുകയും അതിന്റെ സവിശേഷതകൾ പഠിക്കുകയും ചെയ്തു. ഈ വാതകത്തെ അദ്ദേഹം സ്ഥിരവായു ഫിക്സ്ഡ് എയർ എന്നാണ് ആദ്യം വിശേഷിപ്പിച്ചത്. ടേബിൾ ഓഫ് പ്രസിഡൻസ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവിയുള്ളത് ആർക്കാണ്? ഗവർണർ. ഇന്ത്യയിലെ ടേബിൾ ഓഫ് പ്രസിഡൻസ് അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവി ഗവർണർക്കാണ്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ എന്ന നിലയിലാണ് ഈ സ്ഥാനം. പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര്? മൊസാംബിക്. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ മൊസാംബിക് മുൻപ് പോർച്ചുഗീസ് കോളനിയായിരുന്നു. 1975-ൽ മൊസാംബിക് സ്വാതന്ത്ര്യം നേടുകയും ഈ പേര് സ്വീകരിക്കുകയും ചെയ്തു. പോളിഗ്രാഫ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് ആര്? ലിയോനാർഡ് കീലർ. നുണ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന പോളിഗ്രാഫ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് ലിയോനാർഡ് കീലർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. 1930-കളിൽ അദ്ദേഹം ഈ ഉപകരണം വികസിപ്പിച്ചു. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ? റെംബ്രാൻഡ്. ഡച്ച് സുവർണകാലഘട്ടത്തിലെ പ്രമുഖ ചിത്രകാരനായ റെംബ്രാൻഡ് തന്റെ ചിത്രങ്ങളിലെ വെളിച്ചത്തിന്റെയും നിഴലിന്റെയും അതിമനോഹരമായ ഉപയോഗത്തിലൂടെ കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് സഞ്ചാരി? റാൽഫ് ഫിച്ച്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു റാൽഫ് ഫിച്ച്. മൊഗൾ ചക്രവർത്തി അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഇദ്ദേഹം ഇന്ത്യയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നോർമാണ്ടിയുടെ മോചനത്തിനായി ഐസൻഹോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിന്റെ പേര്? ഓപ്പറേഷൻ ഓവർലോഡ്. 1944 ജൂൺ 6-ന് നോർമാണ്ടിയിൽ നടന്ന സഖ്യസേനയുടെ വലിയ ആക്രമണമാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്നറിയപ്പെടുന്നത്. ജനറൽ ഡ്വൈറ്റ് ഡി ഐസൻഹോവറുടെ നേതൃത്വത്തിൽ നടന്ന ഈ സൈനിക നീക്കം രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് രണ്ടാം ലോകമഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരനായിരുന്നു. ഉപ്പിന്റെ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ഗുജറാത്ത്. ഇന്ത്യയിൽ ഉപ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്.
വലിയ തീരപ്രദേശവും ഉപ്പ് നിർമ്മാണത്തിന് അനുകൂലമായ കാലാവസ്ഥയും ഇവിടെയുണ്ട്. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം ഇന്റർഫെറൻസ്. സോപ്പ് കുമിളയുടെ നേർത്ത പാളിയിലൂടെ സൂര്യപ്രകാശം കടന്നുപോകുമ്പോൾ പ്രകാശത്തിന്റെ തരംഗങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുകയും നിറങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയായിരുന്നു ഔദ്യോഗിക ഭാഷയായി ഉപയോഗിച്ചിരുന്നത്. ഭരണകാര്യങ്ങൾ, സാഹിത്യം, രാജകീയ രേഖകൾ എന്നിവയെല്ലാം പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയിരുന്നത്. അക്വാഫോർട്ടിസ് ഏത് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ ഒരു പഴയ പേരാണ് അക്വാഫോർട്ടിസ്. സ്വർണം ഒഴികെയുള്ള പല ലോഹങ്ങളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. മൂർത്തിദേവി അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? സാഹിത്യം. ഇന്ത്യൻ ജ്ഞാനപീഠം ട്രസ്റ്റ് നൽകുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണ് മൂർത്തിദേവി അവാർഡ്. ഇന്ത്യൻ സംസ്കാരം, തത്വചിന്ത, കല, സാഹിത്യം എന്നിവയെ പ്രതിഫലിക്കുന്ന കൃതികൾക്കാണ് ഇത് നൽകുന്നത്. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തെ. മൂർഖൻ പാമ്പുകളുടെ വിഷം പ്രധാനമായും ന്യൂറോഡോക്സിൻ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഈ വിഷം കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുകയും ശ്വാസതടസ്സത്തിനും പക്ഷാഘാതത്തിനും മരണത്തിനും കാരണമാവുകയും ചെയ്യാം. അമേരിക്കൻ പ്രസിഡന്റായ ഏക അവിവാഹിതൻ ജെയിംസ് ബ്യൂക്കാനൻ. അമേരിക്കയുടെ 15ാമത്തെ പ്രസിഡന്റായിരുന്ന ജെയിംസ് ബ്യൂക്കാനൻ മാത്രമാണ് അവിവാഹിതനായി വൈറ്റ് ഹൌസിൽ താമസിച്ചത്. 5 ഹൃദയങ്ങളുള്ള ജന്തു മണ്ണിര. മണ്ണിരയ്ക്ക് യഥാർത്ഥത്തിൽ 5 ഹൃദയങ്ങൾ അഥവാ 5 ജോഡി വിരൽ ഹൃദയങ്ങൾ സുഡോ ഹാർട്സ് ഓർ എയോർട്ടിക് ആർച്ചേഴ്സ് ഉണ്ട്. ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദേശം മക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് സൗദി അറേബ്യയിലെ മക്കയിലാണ് ജനിച്ചത്. മൗലാന ആസാദിന്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഹുമയൂൺ കബീർ. മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥാംശമുള്ള കൃതിയായ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഹുമയൂൺ കബീറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു പ്രധാന പുസ്തകമാണിത്. ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശുശ്രുതൻ. പുരാതന ഇന്ത്യൻ ഭിഷഗ്വരനായ ശുശ്രുതൻ ശസ്ത്രക്രിയാ വിദ്യകളിൽ വലിയ സംഭാവനകൾ നൽകി. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ രീതികൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തതിനാൽ അദ്ദേഹത്തെ ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. യൂക്കാലി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയ. യൂക്കാലി മരങ്ങളുടെ ജന്മദേശം ഓസ്ട്രേലിയയാണ്. അവിടെ മാത്രം 1000-ലധികം യൂക്കാലി ഇനങ്ങൾ കാണപ്പെടുന്നു. വേഗത്തിൽ വളരുന്ന ഈ മരങ്ങൾ പേപ്പർ നിർമ്മാണത്തിനും ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം. കന്ദുകൂരി വീരേശലിംഗം പന്തുലു ആന്ധ്രാപ്രദേശിലെ ഒരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും എഴുത്തുകാരനുമായിരുന്നു. തെലുങ്ക് ഭാഷയിലും സാഹിത്യത്തിലും സാമൂഹിക പരിഷ്കരണത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ കാരണം ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആനന്ദമഠം എഴുതിയത് ആര്? ബങ്കിംചന്ദ്ര ചാറ്റർജി. ബങ്കിംചന്ദ്ര ചാറ്റർജി രചിച്ച ഒരു ബംഗാളി നോവലാണ് ആനന്ദമഠം. 1882-ൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിൽ വന്ദേമാതരം എന്ന ദേശീയഗാനം ഉൾപ്പെടുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലഡോഗ. റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലഡോഗ തടാകം യൂറോപ്പിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇത് സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപമാണ്. യൂക്കാലിപ്റ്റസ് മരത്തിന്റെ ഇലകൾ മാത്രം തിന്നു ജീവിക്കുന്ന ജീവി കോവാല. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു സഞ്ചിമൃഗമാണ് കോവാല. ഇവ യൂക്കാലിപ്റ്റസ് മരത്തിന്റെ ഇലകൾ മാത്രം തിന്ന് ജീവിക്കുന്നു. ഈ ഇലകളിൽ നിന്ന് ജലവും പോഷകങ്ങളും കണ്ടെത്തുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ്
ഗ്രേറ്റ് ബ്രിട്ടൻ. യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ദ്വീപ് ബ്രിട്ടീഷ് ദ്വീപസമൂഹത്തിലെ ഏറ്റവും വലുതാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ, 8841 അടി. പശ്ചിമഘട്ടത്തിലെയും തെക്കേ ഇന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു പ്രധാന ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥാ കാലത്തെ കേരള മുഖ്യമന്ത്രി സിസ്റ്റർ അച്യുത മേനോൻ. 1975-ൽ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥാ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് സിസ്റ്റർ അച്യുത മേനോനായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPI നേതാവായിരുന്നു. ആഭ്യന്തര അടിയന്തരാവസ്ഥാ കാലത്തെ കേരള ആഭ്യന്തരമന്ത്രി കെ. കരുണാകരൻ. ആഭ്യന്തര അടിയന്തരാവസ്ഥാ കാലത്ത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് കെ. കരുണാകരനായിരുന്നു. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന രാജാറാം മോഹൻ റോയിയെയാണ് ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിലും വിദ്യാഭ്യാസ പരിഷ്കരണത്തിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ്? രാമേശ്വരം ക്ഷേത്രത്തിൽ. തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ പുറം മണ്ഡപത്തിലെ ഇടനാഴി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴികളിൽ ഒന്നാണ്. ഇതിന് ഏകദേശം 1200 മീറ്ററിലധികം നീളമുണ്ട്. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകര? യൂറോപ്പ്. ഭൂമിയിലെ 7 വൻകരകളിൽ വലുപ്പത്തിൽ ഏറ്റവും ചെറുത് ഓസ്ട്രേലിയയാണ്. അതിന് തൊട്ടുപിന്നിൽ രണ്ടാമത്തെ ചെറിയ വൻകര യൂറോപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാക്കുഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇതിന്റെ പ്രധാന അണക്കെട്ടിന് ഏകദേശം 4.8 കിലോമീറ്റർ നീളമുണ്ട്. യുദ്ധത്തിന് റോക്കറ്റ് ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി? ടിപ്പു സുൽത്താൻ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധങ്ങളിൽ ഇരുമ്പ് കവചിത റോക്കറ്റുകൾ വിജയകരമായി ഉപയോഗിച്ചു. ഇത് ആധുനിക റോക്കറ്റ് സാങ്കേതികവിദ്യയുടെ ആദ്യകാല ഉപയോഗങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം? ഇലക്ട്രോൺ. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനു ചുറ്റും വിവിധ ഓർബിറ്റുകളിലായി ചലിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള കണികകളാണിവ. ആറ്റത്തിന്റെ രാസപ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആദ്യമായി ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ ചിന്തകൻ? ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ പ്രമുഖ തത്വചിന്തകനും വിദ്യാഭ്യാസ വീക്ഷണനുമായിരുന്നു. 1954-ൽ സിസ്റ്റർ രാജഗോപാലാചാരി, CV രാമൻ എന്നിവരോടൊപ്പം ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം 2007-ൽ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തു. ഇത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കഴിവും സൈനിക ശക്തിയിലുള്ള വിശ്വാസവും പ്രകടമാക്കുന്ന ഒരു സംഭവമായിരുന്നു. ആദ്യമായി പരമവീരചക്രത്തിന് അർഹനായത്? മേജർ സോമനാഥ് ശർമ്മ. ഇന്ത്യൻ സൈന്യത്തിലെ മേജർ സോമനാഥ് ശർമ്മ 1947-ലെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലെ ധീരമായ പ്രകടനത്തിന് മരണാനന്തര ബഹുമതിയായി പരമവീരചക്രം നേടി. ഇത് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയാണ്. ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഗ്രീക്കുകാർ. സിന്ധു നദിയെ അടിസ്ഥാനമാക്കി ഇൻഡസ് എന്ന പേര് ഗ്രീക്കുകാരാണ് ഉപയോഗിച്ചത്. ഈ പദത്തിൽ നിന്നാണ് പിന്നീട് ഇന്ത്യ എന്ന പേര് രൂപപ്പെട്ടത്. ഇത് രാജ്യത്തിന്റെ ചരിത്രപരമായ വേരുകളെ സൂചിപ്പിക്കുന്നു. ഇന്റർപോളിന്റെ ആസ്ഥാനം? ലിയോൺസ്, ഫ്രാൻസ്.
അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് സംഘടനയാണ് ഇന്റർപോൾ. ഇതിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺസിൽ സ്ഥിതി ചെയ്യുന്നു. ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കേരള ലോട്ടറി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ലോട്ടറി ആരംഭിച്ചത് കേരളത്തിലാണ് 1967-ൽ. ഇത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് ഒരു പ്രധാന ഉറവായി മാറുകയും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാവുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 1951-ൽ സ്ഥാപിതമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കേരളത്തിന്റെ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ഇത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിൽ ഈ പ്രക്ഷേപണം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ലെ കോർബ്യൂസിയറുടെ ആസൂത്രണത്തിൽ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനം ചണ്ഡീഗഡ്. പ്രശസ്ത സ്വിസ് ഫ്രഞ്ച് വാസ്തുവിദ്യൻ ലെ കോർബ്യൂസിയർ ആസൂത്രണം ചെയ്ത ഇന്ത്യയിലെ ഏക നഗരമാണ് ചണ്ഡീഗഡ്. ആധുനിക നഗരാസൂത്രണത്തിനും വാസ്തുവിദ്യയ്ക്കും ഒരു ഉത്തമ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ ബേപ്പൂർ ആരംഭിച്ച വർഷം AD 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861-ൽ തിരൂരിനും ബേപ്പൂരിനുമിടയിൽ ബ്രിട്ടീഷുകാരാണ് ആരംഭിച്ചത്. ഇത് മലബാറിലെ വ്യാപാരബന്ധങ്ങൾക്കും ഗതാഗത സൗകര്യങ്ങൾക്കും വലിയ ഉത്തേജനം നൽകി. ഇന്റർപോൾ സ്ഥാപിതമായ വർഷം 1923. 1923-ൽ സ്ഥാപിതമായ ഇന്റർപോൾ അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടാൻ ലക്ഷ്യമിടുന്നു. ഇതിന്റെ രൂപീകരണം ആഗോള സുരക്ഷാ സഹകരണത്തിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ സുപ്രീം കോടതി ഭരണഘടനയുടെ അന്തിമ വ്യാഖ്യാതാവും സംരക്ഷകനുമാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുകയും നിയമവാഴ്ച പരിപാലിക്കുകയും ചെയ്യുക എന്നത് സുപ്രീം കോടതിയുടെ പ്രധാന ചുമതലയാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത്? മുഖ്യമന്ത്രി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത്. ഇത് പാർലമെന്ററി ജനാധിപത്യത്തിലെ മന്ത്രിസഭയുടെ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നു. റഷ്യയുടെ ദേശീയ മൃഗം കരടി. റഷ്യയുടെ ദേശീയ മൃഗമായി കരടിയെ കണക്കാക്കുന്നു. ഇത് രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും പ്രതീകപ്പെടുത്തുന്നു. റഷ്യൻ സംസ്കാരത്തിലും നാടോടിക്കഥകളിലും കരടിക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇന്ത്യയിൽ സതി നിരോധിക്കപ്പെട്ടത് ഏതു വർഷം? 1829. ഗവർണർ ജനറൽ വില്യം ബെന്റിംഗ് പ്രഭുവിന്റെ കാലത്ത് 1829-ൽ സതി നിരോധിച്ചു. രാജാറാം മോഹൻ റോയിയെപ്പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രമങ്ങൾ ഈ നിയമനിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത. 1857-ൽ ബ്രിട്ടീഷുകാർ ബോംബെ, മദ്രാസ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചു. ഇതിൽ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായി നിലവിൽ വന്നത്. ഇത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു തുടക്കമിട്ടു. ആധുനിക പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ബ്രിട്ടൻ. ആധുനിക പോലീസ് സംവിധാനം ബ്രിട്ടനിലാണ്, പ്രത്യേകിച്ച് റോബർട്ട് പീലിന്റെ നേതൃത്വത്തിൽ 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടത്. ഇത് നിയമപാലനത്തിൽ കാര്യക്ഷമതയും ജനകീയ പങ്കാളിത്തവും ലക്ഷ്യമിട്ടു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ വിമാനം 1951. ഹിന്ദുസ്ഥാൻ ട്രെയിനർ. 1951-ൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് (ഹാൽ) നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ വിമാനമാണ് ഹിന്ദുസ്ഥാൻ ട്രെയിനർ. ഇത് ഇന്ത്യയുടെ വിമാന നിർമ്മാണ മേഖലയിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. വിസ്തീർണത്തിൽ ഒന്നാം സ്ഥാനമുള്ള അമേരിക്കൻ സ്റ്റേറ്റ് അലാസ്ക. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക.
ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണം ഏറ്റവും കുറഞ്ഞ അമേരിക്കൻ സംസ്ഥാനം റോഡ് ഐലൻഡ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് റോഡ് ഐലൻഡ്. കിഴക്കൻ തീരത്തുള്ള ഒരു ചെറിയ സംസ്ഥാനമാണിത്. വിഹാരങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ബീഹാർ എന്ന പേര് വിഹാരം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതിനർത്ഥം ബുദ്ധ സന്യാസിമാർക്ക് താമസിക്കാനുള്ള മഠങ്ങൾ എന്നാണ്. ഈ പ്രദേശം ചരിത്രപരമായി നിരവധി ബുദ്ധവിഹാരങ്ങൾക്ക് പേരുകേട്ടതാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 233 അനുസരിച്ച് ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ച് ഗവർണർക്കാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കാനുള്ള അധികാരം. ഇത് സംസ്ഥാനത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലാക്കി. ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെയും ഏറ്റവും ദൈർഘ്യമേറിയതുമായ ജയിൽവാസമായിരുന്നു. അവിടെ വെച്ച് കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായിയും മരണപ്പെട്ടു. ജമൈക്ക ഏതു വൻകരയിലാണ്? വടക്കേ അമേരിക്ക. കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ജമൈക്ക. ഇത് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ ഏതിന്റെ പോഷകനദികളാണ്? സിന്ധു. ഈ 5 നദികളും സിന്ധു നദിയുടെ പ്രധാന പോഷകനദികളാണ്. അവയെ പഞ്ചനദികൾ എന്നും അറിയപ്പെടുന്നു. ഇവ സിന്ധു നദീതട സംസ്കാരത്തിലും വടക്കേ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഞാനൊരു കുറ്റവാളിയല്ല, രാജ്യസ്നേഹിയാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ഭഗത് സിംഗ് ബ്രിട്ടീഷ് വിചാരണവേളയിൽ നടത്തിയ പ്രഖ്യാപനമാണിത്. ഇത് അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ആശയങ്ങളെയും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെയും എടുത്തുകാണിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്? ആവടി സമ്മേളനം. 1955 നടന്ന ആവടി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ള സമൂഹം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചു. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക നയങ്ങൾക്ക് ഒരു ദിശാബോധം നൽകി. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി നർമ്മദ. മധ്യ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നർമ്മദ നദി വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലെ ഒരു ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന മിക്ക ഇന്ത്യൻ നദികളിൽ നിന്നും വ്യത്യസ്തമായി ഇത് അറബിക്കടലിലാണ് ചേരുന്നത്. വിജയനഗര രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷ തെലുങ്ക്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ സാഹിത്യത്തെയും കലകളെയും പ്രോത്സാഹിപ്പിച്ചു. പ്രത്യേകിച്ച് തെലുങ്ക് ഭാഷാ സാഹിത്യത്തിന് വലിയ പിന്തുണ നൽകി. കൃഷ്ണദേവരായരുടെ കാലഘട്ടം തെലുങ്ക് സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു. രാജ്യസഭാധ്യക്ഷനായ ആദ്യ മലയാളി, രാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ.ആർ. നാരായണൻ. കെ.ആർ. നാരായണൻ ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ രാജ്യസഭയുടെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് ഇദ്ദേഹം. രാജ്യസഭാ ചെയർമാനായും പ്രവർത്തിച്ച ന്യായാധിപൻ എം. ഹിദായത്തുള്ള. ഇന്ത്യയുടെ 6ാമത്തെ ഉപരാഷ്ട്രപതിയും 11ാമത്തെ ചീഫ് ജസ്റ്റിസുമായിരുന്നു എം. ഹിദായത്തുള്ള. ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ രാജ്യസഭാ ചെയർമാന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. രണ്ടാം ജൈനമത സമ്മേളനം നടന്ന സ്ഥലം വല്ലഭി. 6ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ വല്ലഭിയിൽ വെച്ചാണ് രണ്ടാം ജൈനമത സമ്മേളനം നടന്നത്. ശ്വേതാംബര വിഭാഗം ജൈനഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചത് ഈ സമ്മേളനത്തിലാണ്. വിസ്തീർണത്തിൽ ലോകത്ത് അമേരിക്കയ്ക്ക് എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനം. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമാണ് അമേരിക്ക. റഷ്യ, കാനഡ, ചൈന എന്നിവയാണ് അമേരിക്കയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ. വിസ്തീർണാടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം
7. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഭൂമിശാസ്ത്രപരമായ വലുപ്പത്തിൽ റഷ്യ, കാനഡ, ചൈന, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിവയ്ക്ക് പിന്നിലാണ് ഇന്ത്യ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ടോജോ ഹിഡെക്കി ടോജോ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയുമായിരുന്നു. അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായി ജപ്പാൻ യുദ്ധത്തിൽ പങ്കെടുത്തത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഇതിന്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യകതകളിൽ വലിയ പങ്ക് വഹിക്കുന്നു. വജ്രഖനിയായ പന്ന ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന വജ്രഖനികളിലൊന്നായ പന്ന മധ്യപ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതിചെയ്യുന്നത്. ഈ ഖനികൾ രാജ്യത്തിന്റെ വജ്ര ഉൽപ്പാദനത്തിൽ കാര്യമായ സംഭാവന നൽകുന്നു. കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരെല്ലാം? ബ്രിട്ടനും ചൈനയും. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന 2 കറുപ്പ് യുദ്ധങ്ങൾ ചൈനയുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളായിരുന്നു. ഈ യുദ്ധങ്ങൾ ചൈനയുടെ സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തി. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം? കാനഡ. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ കാനഡയുടെ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നല്ല ബന്ധത്തിന്റെ പ്രതീകമാണ്. കൊല്ലപ്പെട്ട വിവരം റേഡിയോയിലൂടെ ലോകമറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ജോൺ എഫ്. കെന്നഡി. 1963-ൽ ഡാളസിൽ വെച്ച് ജോൺ എഫ്. കെന്നഡി വെടിയേറ്റ് മരിച്ച വാർത്ത ലോകം റേഡിയോയിലൂടെയാണ് അറിഞ്ഞത്. ആധുനിക മാധ്യമങ്ങളുടെ സ്വാധീനം എടുത്തുകാണിക്കുന്ന ഒരു ചരിത്ര സംഭവമാണിത്. ICICI ബാങ്കിന്റെ ആസ്ഥാനം? മുംബൈ. ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലൊന്നായ ICICI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ നിരവധി ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആതിഥേയത്വം വഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധ്യക്ഷപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത? സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷയായിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. ദീർഘകാലം കോൺഗ്രസിന്റെ നേതൃത്വം വഹിച്ച അവർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് പ്രധാന പങ്ക് വഹിച്ചു. മെഹ്റോളി ലിഖിതത്തിൽ പരാമർശിക്കുന്ന ഗുപ്തരാജാവ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഡൽഹിയിലെ മെഹ്റോളി ഇരുമ്പ് തൂണിലെ ലിഖിതത്തിൽ ചന്ദ്ര എന്നു പേരുള്ള ഒരു രാജാവിനെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെക്കുറിച്ചാണെന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. ഇത് ഗുപ്തകാലഘട്ടത്തിലെ ശാസ്ത്രീയ പുരോഗതിക്ക് തെളിവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷപദവി വഹിച്ച നേതാവ്? സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ദീർഘകാലം അധ്യക്ഷയായി സേവനമനുഷ്ഠിച്ച നേതാവാണ് സോണിയാഗാന്ധി. പാർട്ടിയെ വിവിധ വെല്ലുവിളികളിലൂടെ നയിച്ച് ശക്തമായി നിലനിർത്തുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു. മെക്കോങ് നദി ഏതു വൻകരയിലാണ്? ഏഷ്യ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന നദിയാണ് മെക്കോങ്. ചൈന, മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലൂടെ ഇത് ഒഴുകുന്നു. പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവനാഡിയാണിത്. ഹുമയൂണും ഷേർഷായും തമ്മിൽ കനൌജ് യുദ്ധം നടന്ന വർഷം? 1540. മുഗൾ ചക്രവർത്തി ഹുമയൂണും അഫ്ഗാൻ ഭരണാധികാരി ഷേർഷാ സൂരിയും തമ്മിൽ 1540-ൽ കനൌജിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഹുമയൂൺ പരാജയപ്പെട്ടു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ താൽക്കാലിക തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം? 1907. 1907-ലെ സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നു. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. ഉഡ്വാഡ ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധം? പാഴ്സി. ഗുജറാത്തിലെ ഉഡ്വാഡ ലോകമെമ്പാടുമുള്ള പാഴ്സി സമുദായത്തിന് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയതും വിശുദ്ധവുമായ അഗ്നിക്ഷേത്രങ്ങളിലൊന്നായ
ഇറാൻ ഷാ അദാഷ് ബെഹ്റാം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വജ്രം ഏതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബൺ. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. ഇത് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിദത്ത പദാർത്ഥമാണ്. അസാധാരണമായ തിളക്കവും ഇതിനുണ്ട്. ലഹരിപാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത്? സെറിബെല്ലം. ലഹരിപാനീയങ്ങൾ തലച്ചോറിലെ സെറിബെല്ലത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ഇത് ശരീരത്തിന്റെ ചലനങ്ങളെയും സന്തുലിതാവസ്ഥയെയും ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഉത്തർപ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായ വ്യക്തി? എൻ.ഡി. തിവാരി. നാരായൺ ദത്ത് തിവാരി ഉത്തർപ്രദേശിന്റെയും പിന്നീട് ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എംപയർ നഗരം എന്നറിയപ്പെടുന്നത്? ന്യൂയോർക്ക്. എംപയർ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ വിളിപ്പേര് എംപയർ സ്റ്റേറ്റ് എന്നായതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഇത് നഗരത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. എവിടെയാണ് ഡോഡോ എന്ന ജീവി ഉണ്ടായിരുന്നത്? മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിൽ മാത്രം കണ്ടിരുന്ന പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയായിരുന്നു ഡോഡോ. 17-ാം നൂറ്റാണ്ടോടെ മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം ഈ പക്ഷിക്ക് വംശനാശം സംഭവിച്ചു. എവിടെ വെച്ചാണ് അക്ബറുടെ കിരീടധാരണം നടന്നത്? കലാനൂർ. ഹുമയൂണിന്റെ മരണശേഷം 1556-ൽ പഞ്ചാബിലെ കലാനൂരിൽ വെച്ചാണ് അക്ബറുടെ കിരീടധാരണം നടന്നത്. അന്ന് വെറും 13 വയസ്സ് മാത്രമുണ്ടായിരുന്ന അക്ബർ പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളായി മാറി. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്? ഭാസ്കരാചാര്യർ. 12-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ഭാസ്കരാചാര്യർ രചിച്ച ഒരു പ്രധാന ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാവതി. ഇത് ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങൾ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിന്റെ ആസ്ഥാനം? ട്യൂണിസ്. അറബ് ലീഗ് 1945-ൽ രൂപീകരിച്ച അറബ് രാജ്യങ്ങളുടെ ഒരു പ്രാദേശിക സംഘടനയാണ്. നിലവിൽ ഈജിപ്തിലെ കെയ്റോയിലാണ് ഇതിന്റെ ആസ്ഥാനം. ചില കാലയളവുകളിൽ ട്യൂണിസ് ആസ്ഥാനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ഇന്ത്യയുടെ ഗ്ലാസ് നഗരം എന്നറിയപ്പെടുന്നു. പ്രധാനമായും ഗ്ലാസ് ബാംഗിൾസ്, മറ്റ് ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഈ നഗരം പ്രസിദ്ധമാണ്. റബ്ബർ മരത്തിന്റെ ജന്മനാട്? ബ്രസീൽ. റബ്ബർ മരത്തിന്റെ ഹെവിയ ബ്രസീലിയൻസിസ് ജന്മദേശം തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളാണ്. പിന്നീട് ഇത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയത്? സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രശസ്ത ബ്രിട്ടീഷ് ഭൗതികശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് രചിച്ച ജനപ്രിയ ശാസ്ത്രഗ്രന്ഥമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. പ്രപഞ്ചശാസ്ത്രത്തിലെ സങ്കീർണമായ ആശയങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പുസ്തകം അവതരിപ്പിക്കുന്നു. എ ലൈഫ് ഇൻ മ്യൂസിക് ആരുടെ ജീവചരിത്രമാണ്? എം.എസ്. സുബ്ബലക്ഷ്മി. കർണാടക സംഗീതത്തിലെ പ്രശസ്തയായ ഗായിക എം.എസ്. സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രമാണ് എ ലൈഫ് ഇൻ മ്യൂസിക്. ഭാരതരത്നം ലഭിച്ച ആദ്യ സംഗീതജ്ഞയാണ് അവർ. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത്? മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യം സൾഫേറ്റിനെ സാധാരണയായി എപ്സം സാൾട്ട് എന്ന് വിളിക്കുന്നു. ഇത് ഔഷധപരമായ ആവശ്യങ്ങൾക്കും കുളിക്കാനും ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. ഏതു മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട്? കുറവൻ, കുറത്തി മലകൾ. പെരിയാർ നദിക്ക് കുറുകെ കുറവൻ, കുറത്തി എന്നീ 2 മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിലൊന്നാണ്. ജോധ്പൂർ കൊട്ടാരത്തിൽ വെച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് അന്തരിച്ചത്? ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി 1883-ൽ ജോധ്പൂർ കൊട്ടാരത്തിൽ വെച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് അന്തരിച്ചു.
വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണും കാലാവസ്ഥയും നെൽകൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഒരു ബിൽമണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കർ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബിൽ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലോക്സഭാ സ്പീക്കർക്കാണ്. ഈ തീരുമാനം അന്തിമമാണ്. വിത്തുണ്ടെങ്കിലും കായ്കളില്ലാത്ത ഒരു സസ്യം പൈനസ്. പൈനസ് ഒരു ജിംനോസ്പേം വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ്. ജിംനോസ്പേമുകൾക്ക് വിത്തുകളുണ്ടെങ്കിലും അവയെ പൊതിഞ്ഞ് കായ്കൾ ഉണ്ടാകില്ല. വിത്തുകൾ തുറന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡ്. മനുഷ്യന്റെ ഹൃദയമിടിപ്പ് ഒരു പൂർണ്ണ സൈക്കിൾ പൂർത്തിയാക്കാൻ ഏകദേശം 0.8 സെക്കൻഡ് എടുക്കുന്നു. ഇത് ഹൃദയത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെയും രക്തചംക്രമണ വ്യവസ്ഥയുടെ ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു. ഏത് മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്? ഒക്ടോബർ. ശാസ്ത്രം, സാഹിത്യം, സമാധാനം തുടങ്ങിയ മേഖലകളിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന നോബൽ സമ്മാനങ്ങൾ സാധാരണയായി ഒക്ടോബർ മാസത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. ഡിസംബർ 10 ആൽഫ്രഡ് നോബലിന്റെ ചരമവാർഷിക ദിനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നു. ഐബീരിയൻ ഉപദ്വീപ് ഏതു വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉപദ്വീപാണ് ഐബീരിയൻ ഉപദ്വീപ്. സ്പെയിൻ, പോർച്ചുഗൽ, അൻഡോറ, ജിബ്രാൾട്ടർ എന്നീ രാജ്യങ്ങൾ ഈ ഉപദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. FA കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഫുട്ബോൾ അസോസിയേഷൻ ചലഞ്ച് കപ്പ് എന്നറിയപ്പെടുന്ന FA കപ്പ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റാണ്. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള നോക്കൌട്ട് മത്സരമാണിത്. ഐക്യരാഷ്ട്ര അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നതിനും ഐക്യരാഷ്ട്രസഭ 2010 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി പ്രഖ്യാപിച്ചു. ഇത് ആഗോളതലത്തിൽ ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിച്ചു. എബ്രഹാം ലിങ്കൺ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സ്പ്രിംഗ്ഫീൽഡ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ഇല്ലിനോയിസിലെ സ്പ്രിംഗ്ഫീൽഡിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഒരു പ്രധാന സ്മാരകമാണ്. എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒരു ഭാരതരത്ന ജേതാവിന്റെ ജന്മദിനമാണ്. ആരുടെ? എം. വിശ്വേശ്വരയ്യ. പ്രശസ്ത എഞ്ചിനീയറും മൈസൂർ ദിവാൻമാരിൽ ഒരാളുമായ എം. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹ്യൂയാൻസാങ്ങിന്റെ കേരള സന്ദർശനം ഏതു വർഷത്തിൽ? AD 630. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹ്യൂയാൻസാങ് AD 630 കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അന്നത്തെ കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ അവസ്ഥകളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാംഗം നിരുക്തം. വേദങ്ങളുടെ 6 അനുബന്ധ ശാസ്ത്രങ്ങളായ വേദാംഗങ്ങളിൽ ഒന്നാണ് നിരുക്തം. വാക്കുകളുടെ ഉത്ഭവം, അവയുടെ അർത്ഥം, വ്യാകരണം എന്നിവയെക്കുറിച്ച് ഇത് പഠനം നടത്തുന്നു. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ. 8ാം നൂറ്റാണ്ടിൽ പാല രാജവംശത്തിലെ ധർമ്മപാലനാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. നളന്ദയോടൊപ്പം ബുദ്ധമത പഠനത്തിന് ഇത് ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ്. രാധാകൃഷ്ണന്റെ ജന്മദിനമായ 1962 സെപ്റ്റംബർ 5 മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ ഇത് സ്മരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം
പോളണ്ട് 1945-ൽ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക അംഗങ്ങളായ 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ചത് പോളണ്ടാണ്. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷമുള്ള ആഗോള സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. എവിടെ വെച്ചാണ് നെപ്പോളിയൻ അന്ത്യശ്വാസം വലിച്ചത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലീന ദ്വീപിൽ. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപർട്ട് ബ്രിട്ടീഷുകാരാൽ തടവിലാക്കപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് 1821-ൽ അന്തരിച്ചു. ഇത് യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായത്തിന് തിരശീലയിട്ടു. എം.ജി.ആറിന്റെയും അണ്ണാദുരൈയുടെയും സമാധിസ്ഥലം ചെന്നൈയിലെ മറീന ബീച്ച്. തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായിരുന്ന എം.ജി. രാമചന്ദ്രന്റെയും സി.എൻ. അണ്ണാദുരൈയുടെയും സ്മാരകങ്ങൾ ചെന്നൈയിലെ മറീന ബീച്ചിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവർക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു. ഏറ്റവും ചെറിയ സപുഷ്പി വൂൾഫിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ സപുഷ്പി സസ്യമാണ് വൂൾഫിയ. ഇത് ജലത്തിൽ കാണുന്ന ഒരുതരം സസ്യമാണ്. വളരെ ചെറിയ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളായ ദാദാഭായ് നവറോജിയാണ് ഈ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാക്കന്മാരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. ഹുട്ടു ടുട്സി വർഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന് വേദിയായ ആഫ്രിക്കൻ രാജ്യം റുവാണ്ട. 1994-ൽ റുവാണ്ടയിൽ ഹുട്ടു ടുട്സി വർഗങ്ങൾ തമ്മിൽ നടന്ന വംശഹത്യ ലോകചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ദുരന്തം ആഗോള ശ്രദ്ധ ആകർഷിച്ചു. ഹംബോൾട്ട് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന തണുത്ത സമുദ്രജല പ്രവാഹമാണ് ഹംബോൾട്ട് പ്രവാഹം അഥവാ പെറുവിയൻ പ്രവാഹം. ഇത് പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തെ കാലാവസ്ഥയെയും മത്സ്യബന്ധനത്തെയും ഇത് സ്വാധീനിക്കുന്നു. ഏത് നാവികന്റെ പേരിൽ നിന്നാണ് അമേരിക്കക്ക് ആ പേര് ലഭിച്ചത്? അമേരിഗോ വെസ്പൂച്ചി. ഇറ്റാലിയൻ പര്യവേക്ഷകനായ അമേരിഗോ വെസ്പൂച്ചിയുടെ പേരിലാണ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾക്ക് അമേരിക്ക എന്ന പേര് ലഭിച്ചത്. പുതിയ ലോകത്തെ ഒരു പുതിയ ഭൂഖണ്ഡമായി തിരിച്ചറിഞ്ഞ ആദ്യ യൂറോപ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വാനിലയുടെ ജന്മനാട് മെക്സിക്കോ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നായ വാനിലയുടെ ജന്മദേശം മെക്സിക്കോയാണ്. ഇവിടെ നിന്നാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വാനിലയുടെ കൃഷി വ്യാപിച്ചത്. വിത്തൌട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത് നീലം സഞ്ജീവ റെഡ്ഡി. ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയുടെ ആത്മകഥയാണ് വിത്തൌട്ട് ഫിയർ ഓർ ഫേവർ. ഒരു രാഷ്ട്രപതിയെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നു. കബനി ഏതിന്റെ പോഷകനദിയാണ്? കാവേരി. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനി നദി കാവേരിയുടെ പ്രധാന പോഷകനദികളിൽ ഒന്നാണ്. ഇത് വയനാട് ജില്ലയിലൂടെ ഒഴുകി കർണാടകയിലേക്ക് പ്രവേശിക്കുന്നു. കബീർ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ്? മധ്യപ്രദേശ്. മതസൗഹാർദ്ദം, സാമുദായിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കബീർ സമ്മാനം. 15ാം നൂറ്റാണ്ടിലെ വിശുദ്ധ കബീറിന്റെ പേരിൽ നിന്നാണ് ഈ പുരസ്കാരം. കൽപ്പസൂത്രം രചിച്ചത് ആര്? ഭദ്രബാഹു. ജൈനമതത്തിലെ പ്രമുഖനായ ഭദ്രബാഹു രചിച്ച പുരാതന ജൈന ഗ്രന്ഥമാണ് കൽപ്പസൂത്രം. ജൈന തീർത്ഥങ്കരന്മാരുടെ ജീവിതകഥകളും ജൈനമതത്തിന്റെ ചരിത്രവും ഇതിൽ വിവരിക്കുന്നു. കൊൽക്കത്ത നഗരം സ്ഥാപിച്ചത് ജോബ് ചാർണോക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ ജോബ് ചാർണോക്കാണ് കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. 1690-ൽ അദ്ദേഹം സുധാനൂട്ടി, ഗോവിന്ദാപൂർ, കൽക്കട്ട എന്നീ ഗ്രാമങ്ങൾ ഒരുമിപ്പിച്ച് നഗരം സ്ഥാപിച്ചു. വിപ്ലവ കവിയായ പാബ്ലോ നെരൂദ ഏത് രാജ്യക്കാരനായിരുന്നു? ചിലി. നോബൽ സമ്മാന ജേതാവായ പാബ്ലോ നെരൂദ ചിലിയിലെ പ്രശസ്തനായ കവിയും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു.
അദ്ദേഹത്തിന്റെ കവിതകൾ പ്രണയം, രാഷ്ട്രീയം, പ്രകൃതി എന്നിവയെ വിഷയമാക്കിയിരുന്നു. കൊൽക്കത്ത സർവകലാശാലാ ചടങ്ങിൽ 1932 അധ്യക്ഷം വഹിച്ച സർ സ്റ്റാൻലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നായിക ബീന ദാസ്. ബ്രിട്ടീഷ് ഗവർണർ സ്റ്റാൻലി ജാക്സനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ബീന ദാസ്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സ്ത്രീകൾ വഹിച്ച ധീരമായ പങ്കിന്റെ ഉദാഹരണമാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം 1848. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ രേഖകളിലൊന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഇത് അവതരിപ്പിക്കുന്നു. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലോകമെമ്പാടുമുള്ള മറ്റു വിപ്ലവങ്ങൾക്കും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഇത് പ്രചോദനമായി. ഏത് നൂറ്റാണ്ടിലാണ് ഫാഹിയാൻ ഇന്ത്യയിലെത്തിയത്? AD 5-ാം നൂറ്റാണ്ട്. ചൈനീസ് ബുദ്ധസന്യാസിയായ ഫാഹിയാൻ 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ ഗുപ്തകാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം 1867. കാൾ മാർക്സിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ചിന്തകളുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ദാസ് ക്യാപിറ്റൽ. 1867 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മുതലാളിത്തത്തെക്കുറിച്ചുള്ള വിമർശനാത്മക പഠനമാണ്. ശബരിഗിരി പദ്ധതി ഏത് നദിയിൽ? പമ്പ. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളിലൊന്നായ ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലെ പമ്പാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഇത് കാര്യമായ പങ്ക് വഹിക്കുന്നു. വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം? ലണ്ടൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രശസ്തവുമായ ടെന്നീസ് ടൂർണമെന്റുകളിലൊന്നാണ് വിംബിൾഡൺ. എല്ലാ വർഷവും ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ക്ലബ്ബിലാണ് ഇത് നടക്കുന്നത്. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത്? മീർ ജാഫർ. 1757 പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണയുണ്ടാക്കി ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയെ ഒറ്റിക്കൊടുത്ത വ്യക്തിയാണ് മീർ ജാഫർ. പിന്നീട് ക്ലൈവ് അദ്ദേഹത്തെ നവാബായി നിയമിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി? ശാന്തി പ്രസാദ് ജെയിൻ. ഇന്ത്യൻ സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം ഏർപ്പെടുത്തിയത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായ ശാന്തി പ്രസാദ് ജെയിനാണ്. ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഹുമയൂണിന്റെ പിതാവ്? ബാബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറുടെ മകനാണ് ഹുമയൂൺ. അദ്ദേഹമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ? ഹേ റാം. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റു മരിക്കുന്നതിന് തൊട്ടുമുമ്പ് മഹാത്മാഗാന്ധി ഉച്ചരിച്ച വാക്കുകളാണിവയെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയതയും ഭക്തിയും ഇത് വെളിവാക്കുന്നു. ഫേസ്ബുക്ക് എന്ന ഇന്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ? മാർക്ക് സക്കർബർഗ്. 2004 മാർക്ക് സക്കർബർഗും സഹപ്രവർത്തകരും ചേർന്ന് സ്ഥാപിച്ച ഫേസ്ബുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ അവസരം നൽകി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? മഹാദേവ് ദേശായി, പ്യാരേലാൽ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷിലേക്ക് പ്രധാനമായും പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരായ മഹാദേവ് ദേശായിയും പ്യാരേലാലും ചേർന്നാണ്. ഇത് ഗാന്ധിജിയുടെ തത്വചിന്തകളെയും ജീവിതത്തെയും ലോകമെമ്പാടും എത്തിക്കാൻ സഹായിച്ചു. ബെറിംഗ് കടലിടുക്ക് വടക്കേ അമേരിക്കയെ ഏതു വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു? ഏഷ്യ. ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന ഒരു പ്രധാന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. ഇത് ബെറിംഗ് കടലിനെയും ചുക്ചി കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് റോം എന്നറിയപ്പെടുന്ന നഗരം? ജനീവ.
സ്വിറ്റ്സർലൻഡിലെ ജനീവ നഗരം പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ, പ്രത്യേകിച്ച് കാൽവിനിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ജോൺ കാൽവിൻ ഇവിടെ താമസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇതിനെ പ്രൊട്ടസ്റ്റന്റ് റോം എന്ന് വിളിക്കുന്നത്. മൊഹാലി സ്റ്റേഡിയം എവിടെയാണ്? ചണ്ഡീഗഡ്. പഞ്ചാബിലെ മൊഹാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഐ.എസ്. ബിന്ദ്ര സ്റ്റേഡിയം മൊഹാലി സ്റ്റേഡിയം എന്നാണ് സാധാരണയായി അറിയപ്പെടുന്നത്. ഒരു പ്രമുഖ ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത്. ഹമ്മിങ് പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്നത്? ട്രിനിഡാഡ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പ്രത്യേകിച്ച് ട്രിനിഡാഡ് ദ്വീപ്, വിവിധതരം ഹമ്മിങ് പക്ഷികൾക്ക് പേരുകേട്ടതാണ്. ഈ ദ്വീപ് അവയുടെ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ നൽകുന്നു. പോണ്ടിച്ചേരി സ്ഥാപിച്ചത്? ഫ്രാൻസിസ് മാർട്ടിൻ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഗവർണറായിരുന്ന ഫ്രാൻസിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരി നഗരം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഫ്രഞ്ച് കോളനിവൽക്കരണത്തിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക സംസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവെച്ചത് മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. പാകിസ്ഥാൻ രൂപീകരണത്തിന് ഈ ആശയം പ്രചോദനമായി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പെഡോളജി. മണ്ണിന്റെ രൂപീകരണം, ഘടന, തരംതിരിവ്, ഭൗതികവും രാസപരവുമായ സ്വഭാവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി. ഇത് ഭൂമിശാസ്ത്രത്തിന്റെയും കൃഷിശാസ്ത്രത്തിന്റെയും ഒരു പ്രധാന ശാഖയാണ്. അകാൽ തഖ്ത് സ്ഥാപിക്കുകയും അമൃത്സറിനു ചുറ്റും കോട്ട കെട്ടുകയും ചെയ്ത സിഖ് ഗുരു ആര്? ഗുരു ഹർഗോവിന്ദ്. ആറാമത്തെ സിഖ് ഗുരുവായ ഹർഗോവിന്ദ് സിംഗ് ആണ് അകാൽ തഖ്ത് സ്ഥാപിച്ചത്. സിഖ് ജനതയുടെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമാധികാരത്തിന്റെ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം നടന്നത് എന്ന്? 1948 ജനുവരി 13-18. 1948 ജനുവരി 13 മുതൽ 18 വരെ ഡൽഹിയിൽ നടന്ന ഈ സത്യാഗ്രഹം ഇന്ത്യയിലെ സാമുദായിക സൗഹാർദ്ദം പുനഃസ്ഥാപിക്കാനും പാകിസ്ഥാനുള്ള കുടിശ്ശിക നൽകാനും വേണ്ടിയായിരുന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിരംഗങ്ങളുള്ള വൻകര ഏത്? യൂറോപ്പ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ 5 സ്ഥിരംഗങ്ങളാണുള്ളത്: ചൈന, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്കൻ ഐക്യനാടുകൾ. ഇതിൽ ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം എന്നിവ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. വെയിൽസ് രാജകുമാരന്റെ ബഹുമതി 1922 നിരാകരിച്ച മലയാള കവിയാര്? വള്ളത്തോൾ നാരായണമേനോൻ. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ ഭാരതപ്പുഴയുടെ തീരത്ത് കേരള കലാമണ്ഡലം സ്ഥാപിക്കുകയും കഥകളി ഉൾപ്പെടെയുള്ള കേരളീയ കലകളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ബാംഗ്ലൂർ നഗരം സ്ഥാപിച്ചത് ആര്? കെമ്പ് ഗൌഡ. വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു സാമന്ത രാജാവായിരുന്ന കെമ്പ് ഗൌഡ ഒന്നാമനാണ് ബംഗളൂരു നഗരം സ്ഥാപിച്ചത്. 1537 ഒരു മൺകോട്ടയും ക്ഷേത്രങ്ങളും നിർമ്മിച്ചുകൊണ്ടാണ് നഗരത്തിന്റെ അടിത്തറ പാകിയത്. കൊല്ലപ്പെട്ട വിവരം ടെലിവിഷനിലൂടെ ലോകമറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ജോൺ എഫ് കെന്നഡി. 1963 നവംബർ 22 ഡാളസിൽ വച്ച് വധിക്കപ്പെട്ട ജോൺ എഫ് കെന്നഡിയുടെ മരണം ടെലിവിഷനിലൂടെ തത്സമയം ലോകം കണ്ടു. ഇത് ലോകമാധ്യമ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. പെൻഗ്വിനുകൾ കാണപ്പെടുന്ന പ്രധാന വൻകര ഏത്? അന്റാർട്ടിക്ക. പ്രധാനമായും തണുത്ത ധ്രുവപ്രദേശങ്ങളിലും ഉപധ്രുവപ്രദേശങ്ങളിലുമാണ് പെൻഗ്വിനുകൾ കാണപ്പെടുന്നത്. അന്റാർട്ടിക്കയാണ് ഇവയുടെ പ്രധാന ആവാസകേന്ദ്രം. ഡൽഹിക്ക് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ സമാധിസ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള അഭയഘട്ടാണ്. ന്യൂഡൽഹിക്ക് പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ആര്? സാമുവൽ ഹാനിമാൻ. ജർമ്മൻ ഭിഷഗ്വരനായ സാമുവൽ ഹാനിമാൻ 19-ാം നൂറ്റാണ്ടിലാണ് ഹോമിയോപ്പതി ചികിത്സാരീതി വികസിപ്പിച്ചത്. സമാനതകൾ സമാനതകളെ സുഖപ്പെടുത്തുന്നു എന്ന തത്വത്തിലാണ് ഈ ചികിത്സാരീതി പ്രവർത്തിക്കുന്നത്.
പ്രമേഹരോഗികളുടെ മൂത്രത്തിൽ ശരാശരിയേക്കാൾ കൂടിയ തോതിൽ കാണപ്പെടുന്നത് എന്ത്? പഞ്ചസാര. പ്രമേഹരോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും ഇത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. പെറ്റ് സ്കാൻ ഏത് ശരീരഭാഗത്തിന്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത്? മസ്തിഷ്കം. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അഥവാ പെറ്റ് സ്കാൻ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ആര്? ജോൺ റിച്ചാർഡ്സൺ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ബിഷപ്പായിരുന്ന ജോൺ റിച്ചാർഡ്സൺ 1952-ൽ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പാർലമെന്റിൽ അംഗമായ ഏക ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുടെ ഏക ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആര്? സർ ഗ്ലാഡ്വിൻ ജെബ്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ആക്ടിംഗ് സെക്രട്ടറി ജനറലായിരുന്നു സർ ഗ്ലാഡ്വിൻ ജെബ്. ട്രൈഗ്വേലി സ്ഥാനമേൽക്കുന്നതുവരെ അദ്ദേഹം ഈ പദവി വഹിച്ചു. അമേരിക്കയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് ഏത് പ്രസിഡന്റിന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടിരിക്കുന്നത്? ജോൺ എഫ്. കെന്നഡി. ഫ്ലോറിഡയിലെ കെയ്പ് കാനവറലിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ എഫ്. കെന്നഡി സ്പേസ് സെന്റർ അമേരിക്കൻ ബഹിരാകാശ പദ്ധതികളുടെ ആസ്ഥാനമാണ്.